ലോട്ടറി വില വർധനവ് പിൻവലിക്കണമെന്നും വിവിധ ആവശ്യങ്ങളുയർത്തിയും കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ INTUC ജില്ലാ കമ്മിറ്റി ലോട്ടറി ടിക്കറ്റുകൾ കത്തിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം INTUC ജില്ലാ സെക്രട്ടറി മൂസ പറന്നേക്കാട് ഉദ്ഘാടനം ചെയ്തു. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. കേരള ലോട്ടറിയുടെ വർദ്ധിപ്പിച്ച വില പിൻവലിക്കുക, നറുക്കെടുപ്പ് സുതാര്യമാക്കുന്നതിന് പഴയ നറുക്കെടുപ്പ് രീതി പുനഃസ്ഥാപിക്കുക, വെട്ടിക്കുറച്ച സമ്മാനങ്ങൾ പുനഃസ്ഥാപിക്കുക, സ്ലാബ് സമ്പ്രദായം എടുത്തു കളയുക, എല്ലാവർക്കും ആവശ്യത്തിന് ടിക്കറ്റ് നൽകുക, തൊഴിലാളി കമ്മീഷൻ വർദ്ധിപ്പിക്കുക, പാവപ്പെട്ട തൊഴിലാളികളുടെ ഉന്നമനം ലക്ഷ്യമാക്കി കൊണ്ടുവന്ന കേരള ലോട്ടറി സമ്പന്ന കോക്കസിന്റെ കൈകളിൽ നിന്നും മോചിപ്പിക്കുക, ലോട്ടറി സഹകരണ സംഘങ്ങളെ ഇന്റേണൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുക, ലോട്ടറി കടത്ത് തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ INTUC ജില്ലാ കമ്മിറ്റി ലോട്ടറി ടിക്കറ്റുകൾ കത്തിച്ചുകൊണ്ട് പ്രതിഷേധിച്ചത്. പ്രതിഷേധ സമരം INTUC ജില്ലാ സെക്രട്ടറി മൂസ പറന്നേക്കാട് ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾ അത് കാലത്ത് 6 മണി മുതൽ രാത്രി 10 മണി വരെ എന്നുള്ള രൂപത്തിൽ വികലാംഗരായിട്ടുള്ള ആളുകൾ, അവരുടെ സാമ്പത്തിക ശേഷി, അവരുടെ ദുരിതം അത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഗവൺമെൻറ്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 40 രൂപയുണ്ടായിരുന്ന അവസരത്തിൽ പോലും, ആ സമയങ്ങളിൽ പോലും അവർക്ക് അതിൻ്റേതായിട്ടുള്ള ആനുകൂല്യങ്ങൾ നമ്മുടെ തൊഴിലാളി വിഭാഗത്തിന് കിട്ടാതായതിൻ്റെ അടിസ്ഥാനം നമ്മൾക്കറിയാം. ഓരോരുത്തർ അവരുടെ ലോട്ടറി എടുക്കുന്നു, 10, 20, 25 ലോട്ടറി എടുക്കുമ്പോൾ ആ ഏജൻറ്റുമാരിൽ നിന്ന് ലോട്ടറി സ്വരൂപിക്കുന്നു. അത് കൊണ്ട് നടന്ന് രാവും പകലുമെന്നുമില്ലാതെ ഈ നട്ട പാതിരാക്ക് പോലും നട്ടുച്ചക്കും അവർക്കത്, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഏത് കയ്യിൽ വാങ്ങിയ ലോട്ടറി ടിക്കറ്റുകൾ വിതരണം ചെയ്യുക, അത് ഏതെങ്കിലും രൂപത്തിൽ അതിൻ്റെ കമ്മീഷൻ ഒരു ദിവസം 10 100 ടിക്കറ്റ് എടുത്ത് വൈകുന്നേരം വരെ നടന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് അവരുടെ കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റാൻ പോലും കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നു എന്നതുകൊണ്ട് അത്രയും ദുരിതമനുഭവിക്കുന്ന ഒരു വിഭാഗമായി ഈ ലോട്ടറി തൊഴിലാളികൾ മാറിയ ഈ അവസരത്തിലാണ് ഗവൺമെൻറ് വീണ്ടും സാധാരണക്കാരൻ്റെ കുത്തിന് പിടിക്കും. ലോട്ടറി തൊഴിലാളികൾ പണിമുടക്കും അതേപോലെ തന്നെ അവരുടേതായിട്ടുള്ള പ്രതിഷേധങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തിരൂരിൽ ഈ ലോട്ടറി ടിക്കറ്റുകൾ കത്തിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഈ ഗവൺമെൻറ്റിനെ അറിയിക്കുകയാണ്. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ഭരതൻ പരപ്പനങ്ങാടി, രാധാകൃഷ്ണൻ അമ്മിനിക്കാട്, CK രാജീവ്, നാസർ പോറൂർ, M ബാബുരാജ്, ഹംസ പുത്തൂർ, വേലായുധൻ ഐക്കാടൻ, KP താമി, സലാം പൊന്നാനി, അരുൺ ചമ്പ്ര, ബാബു കിഴക്കാത്ത്, വിനോദ്, ഷിഹാബ് തിരൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മലപ്പുറം.